അപ്പം ഇന്ന് ദുവ അംഗൻവാടിയിലേക്ക് ഫസ്റ്റ് ദിവസം പോവുകയാണ്. അംഗൻവാടി ചേർത്തിട്ട് ഫസ്റ്റ് ഡേ ആണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് സർപ്രൈസ് ആക്കി പോവുക. ദുവക്ക് അറിയൊന്നുമില്ല. ഞങ്ങളിപ്പോൾ വീഡിയോ കോളൊക്കെ ചെയ്ത് കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ എത്തിയിട്ട് ദുവാൻ്റെ റിയാക്ഷൻ, എക്സ്പ്രഷൻ, കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഞാനും ബാപ്പച്ചിയും ഹിതുവും ഹയയും കൂടിയാണ് ദുവാൻ്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുമ്പം തന്നെ നല്ല രീതിയിൽ ലേറ്റ് ആയിട്ടുണ്ട്. കാരണം ഞങ്ങൾ പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു 10:30 അംഗൻവാടിയിൽ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ ഞങ്ങൾ 10:15 ആയിട്ടുണ്ടായിരുന്നു ഇറങ്ങുമ്പോൾ. പിന്നെ വീടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. ദുവാൻ്റെ അടുത്ത് നിന്ന് നേരെ ഞങ്ങൾക്ക് ഹിതുവിനെ സ്കൂളിൽ ചേർത്താൻ വേണ്ടി പോവേണ്ടതുണ്ട്. അപ്പോൾ അതാണ് ഹിതു ഫയലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് ദുവാൻ്റെ അംഗനവാടി. അപ്പം ഞങ്ങളിതാ ഇത്താതനെയും ദുവനെയും പിക്ക് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ എത്തുമ്പോഴത്തേക്ക് ഇത്താത്തയും ദുവയും കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ദുവ ഞങ്ങളെ കണ്ടപ്പോഴത്തേക്ക് ആകെ ഒരു എന്താ പറയുക, നാണോ അങ്ങനെയൊക്കെ ആയിരുന്നു ദുവൻ്റെ എക്സ്പ്രഷൻ ഉണ്ടായിരുന്നത്. അംഗൻവാടിയിലെ ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് തന്നെ ബാപ്പൻ്റെ വക ദുവക്ക് ഒരുപാട് സമ്മാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബാപ്പ അതൊക്കെ കൊടുത്ത് പിന്നെ ഞങ്ങൾ നേരെ അംഗൻവാടിയിലേക്ക് പോവുകയാണ്. ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടിയപ്പോൾ ശരിക്കും ദുവക്ക് നല്ല രീതിയിലുള്ള സന്തോഷം ഉണ്ടായിരുന്നു. കാരണം പിന്നെയും ഇത് എവിടുന്നാ വാങ്ങി, ആരാ വാങ്ങിയതൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ അംഗൻവാടിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടുന്ന് കുറച്ച് നടക്കാനുള്ള ദൂരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാ ദുവൻ്റെ പുതിയ ബാഗാണിത്. അവിടെ എത്തുന്നവരെ ദുവക്ക് ഒരു മടി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറലോടെ കൂടെ ദുവക്കൊരു പേടിയോ എന്തോ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. അവൾ ഇത്താത്തനെ വിട്ട് മാറി നിൽക്കുന്നേ ഇല്ലായിരുന്നു. അതിനുവേണ്ടി ഹയ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരൊക്കെ ഹയ അവിടെ ചേരാൻ വന്നതാണെന്നാണ് വിചാരിച്ചത്. അവിടുത്തെ മിസ് അടിപൊളിയായിരുന്നു. കാരണം മക്കളോട് നല്ല രീതിയിൽ സംസാരിക്കും. അതുപോലെ എല്ലാ മക്കളെയും അവിടുന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എല്ലാ മക്കൾക്കും മിഠായി കിട്ടിയോ ബലൂൺ കിട്ടിയോ എന്നൊക്കെ നോക്കി എല്ലാ മക്കൾക്കും ഇങ്ങനെ കൊടുക്കുന്നതൊക്കെ കണ്ട് അപ്പോൾ എനിക്ക് പേഴ്സണലി ആ മിസ്സിനെ ഭയങ്കര ഇഷ്ടപ്പെട്ട്. അങ്ങനെ ദുവനെ ഇരിക്കാൻ വിളിച്ചിട്ടൊന്നും അവൾ പോയില്ല. ലാസ്റ്റ് ഇത്താത്തൊരു ബെഞ്ചിലിരുന്നപ്പോൾ അതിൻ്റെ അടുത്ത് പോയിട്ട് ദുവയും ഇരുന്നതാ. ഇതായിരുന്നു ദുവൻ്റെ അവസ്ഥ. ഇവരൊക്കെ അവരവരുടെ മക്കളെയും കൊണ്ട് അംഗൻവാടിയിലേക്ക് വന്ന ഓരോ പാരൻസ് ആണ്. അപ്പോൾ ആ മഫ്ത ഇട്ടതാണ് അവരുടെ ടീച്ചർ. ഹയൻ്റെ കളി കണ്ടാൽ തോന്നും ഹയൻ്റെ പ്രവേശനോത്സവമാണ് ഇന്നിവിടെ നടക്കുന്നതെന്ന്. എന്നല്ല, ദുവൻ്റെതാണ്. അതുകൊണ്ട് തന്നെ ദുവ ആകെ അപ്സെറ്റ് ആയിരുന്നു. ഇത്താത്തയും ഇത്താത്തൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി അവിടുന്ന് സൊറ പറയാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടോയ്സ് ഒക്കെ മേലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് മക്കളെ അവിടെ ഇരുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നാളെയും കരയാതെ വരാൻ വേണ്ടി പറയുന്നതാണെന്നാ. പക്ഷേ അല്ല, അവിടെ മേലെ ഫുള്ളൊരു ഗ്രൗണ്ട് സെറ്റപ്പ് അല്ല, ഈ ഒരു കുട്ടികൾക്ക് എന്താണോ ആവശ്യം അതൊക്കെ അവിടെ ഉണ്ട്. അതിൻ്റെതും ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കാണിച്ചു തരുന്നതാണ്. ഇനി ഇത് നമ്മുടെ ടീച്ചർ ഔദ്യോഗികമായി പ്രവേശനോത്സവത്തിന് ഉദ്ഘാടനം ചെയ്യുന്ന കർമ്മത്തിലേക്ക് കടക്കുകയാണ്. അതോടൊപ്പം നമ്മളെ പ്രവർത്തന സമയത്ത് അതേപോലെ ഈ സന്തോഷവും സൗകര്യങ്ങളും ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആശംസയും കൂടി ചെയ്യുന്നു. 2 വർഷം കൊണ്ടുവരാൻ വിട്ടായി തരില്ല. എല്ലാവരും നാളെ വരില്ലേ ഇവിടെ കൊണ്ടുപോയി വിട്ടിട്ട്.
9:30 വരെയാണ്. അപ്പൊ 9:30 എന്ന് പറഞ്ഞ് ഞങ്ങൾ 9:30 തുറന്ന് കൃത്യമൊക്കെ കഴിഞ്ഞ ശേഷം നിങ്ങൾ 10 മണിയിലുള്ളിൽ കൃത്യം 10 മണിക്കുള്ളിൽ എല്ലാവരും എന്താക്കണം കുട്ടികൾ കൊണ്ടുവിടണം. കാരണം എന്താന്ന് വിചാരിച്ചാല് നമുക്ക് വിസിറ്റിന് വരും. ഫോണിലാണ് എല്ലാ വർക്കും. അപ്പൊ 10 മണി 10:15 ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം, മുട്ട കൊടുക്കണം. ആ സമയത്ത് എല്ലാ കുട്ടികളും വന്നിട്ട് നിങ്ങൾക്ക് അറിയാലോ മുട്ടാന് കാര്യങ്ങളൊക്കെ ഇതാക്കാനും കുട്ടിക്ക് ഒരു കുട്ടിക്ക് ഒരു കുട്ടി മുട്ട പോലും കൊടുക്കാൻ പാടില്ല. അപ്പൊ എണ്ണ അനുസരിച്ചേ കൊടുക്കാൻ പറ്റുള്ളൂ. ആ കൃത്യസമയത്ത് നിങ്ങൾ കൊണ്ടുവിട്ടിട്ടില്ലെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. അതെന്താണെന്ന് വെച്ചാൽ നമുക്കും അതിന്റെ മാനസികാവസ്ഥയാണെങ്കിൽ കുട്ടികൾക്കും അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ 10 മണിയാകുമ്പോൾ കൃത്യം 10 മണിക്ക് കൊണ്ടുപോകാം. ആഴ്ചയിൽ 3 ദിവസം പാലും 3 ദിവസം മുട്ടയാണ്. ടീച്ചർ അവിടുന്ന് കാര്യമായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഹയ എല്ലാവരും തിക്കി ഇത്താതിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ് ആ കാണുന്നത്. അപ്പോൾ ഹയ ശരിക്ക് സത്യം പറഞ്ഞാൽ ഹയ നല്ല രീതിയിൽ ഈ ഒരു അംഗൻവാടി പോയത് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ഇനിയും മക്കൾ നാളെ മുതൽ എല്ലാവരും വരില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹയാണ് ചാടിക്കറി എന്തായാലും വരും എന്നൊക്കെ പറയുന്നത്. കളിക്കാനുള്ള സാധനങ്ങളൊക്കെ മുകളിലുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് അംഗൻവാടി ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ട അംഗൻവാടി ഇഷ്ടപ്പെട്ടിട്ടില്ല? ഹയനോടാണ് ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചത്. സത്യം പറഞ്ഞ ടീച്ചറും അപ്പോൾ വിചാരിച്ചത് ഹയ അവിടുത്തെ സ്റ്റുഡൻ്റ് ആണ് എന്ന രീതിയിലാണ്. പിന്നെയാണ് മനസ്സിലായത് സ്റ്റുഡൻ്റ് അല്ല, ഇങ്ങനെ ദുവൻ്റെ ഇതിൽ വന്നതാണ്. ടീച്ചർ നല്ല രീതിയിൽ നല്ല സ്വഭാവമൊക്കെ ആയിരുന്നു കേട്ടോ. ഞാനിപ്പോൾ അവിടുത്തെ സ്റ്റുഡൻറ്റിൻ്റെ പാരൻ്റൊന്നും അല്ല എന്നുള്ള രീതിയിൽ എന്നോട് മാറി നിൽക്കാനോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. നല്ല രീതിയിൽ അവിടെ ഇരിക്കാനോ അതുപോലെ തന്നെ അവിടെ പായസം ഉണ്ടായിരുന്നു, ഇപ്പോൾ പായസം തരുമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഇതാ മക്കൾസിന് ബലൂണും അതുപോലെ മിഠായിയൊക്കെ കൊടുത്തിട്ട് ഈ ഒരു പരിപാടി അവിടെ വെച്ച് നിർത്താനാണ് തീരുമാനിച്ചത്. അല്ല സോറി, പായസ വിതരണത്തോടു കൂടെ ആ പരിപാടി നിർത്താനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ബലൂണൊക്കെ കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് മക്കള് പിന്നെ ലൈനിലൊന്നല്ല പിന്നെ പോകുന്നത്, പിന്നെ എല്ലാവരും കൂടെ പോയി ഒന്നായി എനിക്ക് പറഞ്ഞ് ഭയങ്കര ഒച്ചപ്പാടായിരുന്നു. എന്നാലും നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. ശരിക്കും എനിക്ക് ഹയ ഫ്രണ്ടിലായതുകൊണ്ട് തന്നെ ഒരു പേടി ഉണ്ടായിരുന്നു. ബലൂണൊക്കെ കാണുമ്പോൾ ഹയ അങ്ങോട്ട് പോയി സാധനം പിടിച്ച് വലിച്ച് വാങ്ങൂ, അവരെണ്ണത്തിനനുസരിച്ചല്ലേ കൊടുക്കുന്നത് എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അങ്ങനെയൊന്നും അവൾ വാങ്ങിയില്ല. ടീച്ചർ എന്നെ അവൾക്ക് കൊണ്ട് കൊടുത്തു. ദുവക്ക് എന്തോ തീരെ ഉഷാറൊന്നുമില്ലായിരുന്നു. പക്ഷെ ദുവ ബലൂണും ഇതൊന്നും വാങ്ങാൻ ഒന്നിനും ആവേശം കാണിക്കുന്നില്ലായിരുന്നു. ലാസ്റ്റ് ടീച്ചർ അവക്കായിട്ട് കൊടുക്കുക ചെയ്തത്. അങ്ങനെ ഇതാ എല്ലാവർക്കും പായസമൊക്കെ കൊടുത്ത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ കൂടെ വന്ന ആൾക്കും എല്ലാവർക്കും പായസമൊക്കെ എത്തിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന പുറത്ത് നിൽക്കുന്ന ഹസ്ബൻഡിന്, ഉപ്പമാർക്ക്, അങ്ങനെ എല്ലാവർക്കും പുറത്തൊക്കെ പായസം കൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര സ്പെഷ്യലായി തോന്നി. കാരണം ഞാൻ ഇതുവരെ ഒന്നും അങ്ങനെയൊന്നും എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ ഇതാ ഹയയും നല്ല രീതിയിൽ പായസം കുടിക്കുന്നുണ്ട്. എല്ലാവരും കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിസ് എൻ്റെ കയ്യിലേക്ക് 2 ഗ്ലാസ് വന്നിട്ട് പറഞ്ഞു, ഉപ്പയും അനിയനും ഇല്ലേ കാറിൽ, അവർക്ക് കൂടെ കൊണ്ടു കൊടുക്കുന്നു. അപ്പോൾ അതാ ഞാൻ അവർക്കുള്ള പായസം കൊണ്ട് വന്നതാണിത്.
അങ്ങനെ ഇതാ മക്കൾസിനെയൊക്കെ മേലത്തെ ടോയ്സൊക്കെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് എല്ലാവർക്കും സ്വന്തം വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് പോയി കണ്ടിട്ട് വരാം. ഇപ്പോൾ 3 വയസ്സ് മുതലുള്ള മക്കൾക്ക്, അപ്പോൾ 3-4 വയസ്സൊക്കെ ഉള്ള മക്കളാണല്ലോ ഈ അംഗൻവാടിയിലൊക്കെ ഉണ്ടാവുക. ആ ഒരു മക്കൾക്ക് എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റും അത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ടോയ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാ മക്കളൊക്കെ അവിടെ നിന്ന് കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ദുവ ഒന്നിനും പോയിട്ടില്ല. ദുവ എന്താണെന്നറിയില്ല, ഭയങ്കര ഷൈ ആയിട്ടായിരുന്നു ദുവ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഞങ്ങൾ അംഗൻവാടിയിൽ നിന്ന് നേരത്താത്തനെയും ദുവനും വീട്ടിലിറക്കി കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വേണം ഞങ്ങൾക്ക് ഹിതുവിൻ്റെ സ്കൂളിലേക്ക് പോവാൻ. അവരെ അവിടെ ഇറക്കി ഞങ്ങൾ നേരെ പോയത് ഹിതുവിൻ്റെ സ്കൂളിലോട്ടാണ്. അപ്പോൾ ഹിതുവിന് തലപ്പുഴയാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്. അപ്പോൾ തലപ്പുഴയിൽ നിന്നും പോവാനുണ്ട്. കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ തവിഞ്ഞാൽ ആ ഒരു ഭാഗത്തേക്കാണ് വരുന്നത്. ഞങ്ങൾക്ക് കറക്റ്റ് സ്കൂളൊന്നും അറിയാത്തതുകൊണ്ട് ഞങ്ങൾ ലൊക്കേഷനൊക്കെ ഇട്ടിട്ടാണ് പോയത്. അപ്പോൾ ആ റോഡ് കയറിയപ്പോൾ തന്നെ നമ്മൾ ആ സ്കൂളിൻ്റെ ബോർഡൊക്കെ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ദൂരമുണ്ട് ഈ ഒരു സ്കൂളിലേക്ക് ഞങ്ങൾക്ക് എത്താൻ. അപ്പോൾ ഹിതുവിനെ ഞങ്ങൾ പെർമനൻ്റായിട്ട് ഇവിടെ ചേർത്തുന്നില്ല, താൽക്കാലികമായിട്ട് ചേർത്തിട്ട് പിന്നെ നമുക്ക് ട്രാൻസ്ഫറിന് കൊടുക്കാമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം നല്ല രീതിയിൽ നമുക്കിങ്ങനെ പോക്ക് വരവ് നല്ല രീതിയിൽ ബുദ്ധിമുട്ടാണ്. സ്കൂളൊക്കെ നല്ല സ്കൂളാണ്, പക്ഷെ ഞങ്ങൾക്ക് ഈ ദൂരപ്രശ്നം കൊണ്ടാണ് ഞങ്ങൾ ട്രാൻസ്ഫർ നോക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ മേലേക്കുള്ള റോഡ് കയറിയിട്ടാണ് ഹയർ സെക്കൻഡറിയിലേക്ക് പോകുന്നത്. അപ്പം നല്ല രീതിയിലൊരു പച്ചപ്പും ഹരിതാപമൊക്കെ ഉള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ആ സ്കൂളിൻ്റെ ചുറ്റുപാടും കാണാൻ. എന്താ ഇപ്പൊ തോന്നുന്നേ? ആരുമില്ല എന്നിട്ട് എല്ലാരും അടക്കുത്തിരിക്കുന്നുണ്ട്. ബസ് കിട്ടുന്നത് വേണ്ടേ? അങ്ങനെ ഇതാ നമ്മുടെ പ്രോസസ്സൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി സാർമാരായിരുന്നു. കാരണം നമ്മളൊരു ഡൗട്ട് ചോദിക്കുമ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കി തരുന്ന സാറുമാരായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. അപ്പോൾ അതാ അതിൻ്റെ ഇടയിൽ ബാപ്പച്ചി കുറച്ച് അവിടുത്തെ +2 കുട്ടികളായിട്ട് കമ്പനി ആവും, അവരായിട്ട് കുറേ സംസാരിക്കുകയൊക്കെ ചെയ്ത്. അപ്പോഴത്തേക്ക് ഹിതുവിൻ്റെ പണി ഓന് കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.